ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബംഗളൂരു നിംഹാൻസിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു. കേന്ദ്ര സർക്കാർ കേരളത്തിന് വലിയ പരിഗണനയാണ് നൽകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പെരിയ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച് കോടതി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരുവനന്തപുരത്ത് തിരിതെളിയും. രജിസ്ട്രേഷൻ ആരംഭിച്ചു. മാറ്റുരയ്ക്കാൻ 15,000-ഓളം കലാപ്രതിഭകൾ. പുത്തരിക്കണ്ടം മൈതാനത്ത് ഊട്ടുപുര സജ്ജമായി. ഒരേ സമയം 4,000 പേർക്ക് വരെ ഭക്ഷണം നൽകും. കലോത്സവ വിജയത്തിന് കൂട്ടായി പ്രയത്നിക്കാമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ബോർഡർ ഗാവസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. ഒന്നാം ഇന്നിംഗ്സിൽ 185 റൺസിന് ഇന്ത്യ ഓൾ ഔട്ട്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബംഗളൂരു നിംഹാൻസിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു. സൈക്യാട്രി ബ്ലോക്ക്, സെൻട്രൽ ലാബോറട്ടറി കോംപ്ലക്സ്, ഹോസ്റ്റൽ കെട്ടിടം എന്നിവ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ വലിയ പരിഗണനയാണ് കേരളത്തിന് നൽകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വികസനം നടപ്പാക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ റെയിൽ വികസന പദ്ധതികളുടെ പുരോഗതി അദ്ദേഹം വിലയിരുത്തി. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരുവനന്തപുരത്ത് തിരിതെളിയും. രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ഈ മാസം 8 വരെ നടക്കുന്ന കലോത്സവത്തിൽ 25 വേദികളിലായി 249 ഇനങ്ങളിൽ 15,000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. കലോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. കലോത്സവ രജിസ്ട്രേഷന്റെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് രാവിലെ നിർവഹിച്ചു. വിധി നിർണയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന തർക്കം പരിഹരിക്കാൻ സംസ്ഥാനതല അപ്പീൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. കലോത്സവത്തിനെത്തുന്നവരെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിലും ബസ് ഡിപ്പോയിലും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വയനാട് ദുരന്തത്തിന്റെ അതിജീവനത്തിന്റെ ഭാഗമായി വെള്ളാർമല സ്കൂൾ വിദ്യാർത്ഥികളുടെ സംഘനൃത്തത്തിനും കലോത്സവത്തിൽ അവസരമൊരുക്കി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പാചകപ്പുര പുത്തരിക്കണ്ടം മൈതാനിയിൽ സജീവമായി. പാലുകാച്ചൽ ചടങ്ങിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കലോത്സവത്തിനായി വിവിധ ജില്ലകളിൽ നിന്നും ഇന്ന് എത്തുന്നവർക്ക് ഇന്ന് അത്താഴമൊരുക്കും. ഉച്ചഭക്ഷണം 20,000 പേർക്കും പ്രഭാത രാത്രി ഭക്ഷണം 10,000 പേർക്കും വീതവുമാണ് ഒരുക്കുന്നത്. പാചക വിദഗ്ധൻ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ 100 പേരുടെ സംഘമാണ് പാചകത്തിനുള്ളത്. ഒരേ സമയം 4,000 പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന പന്തലാണ് ഒരുക്കിയിരിക്കുന്നത്. കലോത്സവ വേദികളിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളുമായി എത്തുന്നവരിൽ നിന്നും 10 രൂപ കോർപ്പറേഷൻ ഈടാക്കും. ഈ സമയം നൽകുന്ന ടോക്കൺ വേദി വിടുമ്പോൾ തിരികെ നൽകിയാൽ രൂപ തിരികെ ലഭിക്കും. കലോത്സവ വേദികളിൽ ഹരിതചട്ടം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് കർശന നടപടി. ജൈവ അജൈവ മാലിന്യം വേർതിരിച്ച് ശേഖരിക്കുന്നതിന് പ്രത്യേകം ബിന്നുകൾ എല്ലാ വേദികളിലും സ്ഥാപിക്കും. ഊട്ടുപുര പ്രവർത്തിക്കുന്ന പുത്തരിക്കണ്ടം മൈതാനത്ത് രാവിലെ 6 മുതൽ രാത്രി 12 വരെ 3 ഷിഫ്റ്റുകളിലായി 100 ശുചീകരണ തൊഴിലാളികളും 12 ഹെൽത്ത് ഇൻസ്പെക്ടർമാരും സേവനത്തിനുണ്ടാകും. പുത്തരിക്കണ്ടത്ത് 60 താൽക്കാലിക ടോയ്ലറ്റുകൾ സ്ഥാപിച്ചു. സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് വഹിച്ചുള്ള ഘോഷയാത്ര ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെത്തും. രാവിലെ ചടയമംഗലം KSRTC ഡിപ്പോയ്ക്ക് സമീപം മന്ത്രി ജെ ചിഞ്ചുറാണി സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിവിധയിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ഘോഷയാത്ര എത്തുന്നത്. വൈകിട്ട് തിരുവനന്തപുരത്ത് മന്ത്രി വി ശിവൻകുട്ടി സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങും. സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് നാളെ മുതൽ ഈ മാസം 8 വരെ കിഴക്കേക്കോട്ടയിൽ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തും. കിഴക്കേക്കോട്ട നിന്നുള്ള ബസ്സുകൾ അട്ടക്കുളങ്ങര, വെട്ടിമുറിച്ചകോട്ട, കോട്ടയ്ക്കകം എന്നിവിടങ്ങളിലുള്ള പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ നിന്നും സർവീസ് നടത്തും. കലോത്സവത്തിനെത്തുന്നവരുടെ വാഹനങ്ങൾ നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യണമെന്ന് പോലീസ് അറിയിച്ചു. നാളെ ആരംഭിക്കുന്ന 63ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രതിദിന അവലോകനം ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. നാളെ രാവിലെ 9-നായിരിക്കും ആദ്യ അവലോകനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടൽ നടത്താൻ സന്നദ്ധത അറിയിച്ച് ഇറാൻ. മാനുഷിക പരിഗണന എന്ന നിലയിൽ മോചനത്തിന് സഹായിക്കാമെന്ന് ഇറാന്റെ വിദേശകാര്യ ഉദ്യോഗസ്ഥൻ അറിയിച്ചതായാണ് റിപ്പോർട്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുമെന്ന വാർത്തകളെ തുടർന്ന് സാധ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിരുന്നു. പെരിയ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാർ എന്ന് കണ്ടെത്തിയ 14 പ്രതികൾക്കുള്ള ശിക്ഷാവിധി എറണാകുളം CBI പ്രത്യേക കോടതി പ്രസ്താവിച്ചു. 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം വിധിച്ചു. ഇവർ 2 ലക്ഷം രൂപ വീതം പിഴയും അടയ്ക്കണം. രാവിലെ കേസ് കോടതി പരിഗണിച്ചപ്പോൾ ശിക്ഷ സംബന്ധിച്ച് ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ടെന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് പ്രതികൾക്ക് പറയാനുള്ളത് കോടതി കേൾക്കാൻ തയ്യാറാവുകയായിരുന്നു. ശിക്ഷ പരമാവധി കുറച്ചു നൽകണമെന്നും സ്ഥിരം കുറ്റവാളികളല്ലെന്നും മനപരിവർത്തനത്തിന് അവസരം നൽകണമെന്നും പ്രതിഭാഗം അഭ്യർത്ഥിച്ചു. പിന്നാലെയാണ് വിധി പ്രസ്താവം ഉണ്ടായത്. അദാലത്തുകളിൽ ലഭിക്കുന്ന പരാതികൾ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. കരുതലും കൈത്താങ്ങും പാലക്കാട് താലൂക്കുതല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവൽ 4ാം സീസണിനെ വരവേൽക്കാനൊരുങ്ങി ബേപ്പൂരിലെയും ചാലിയത്തെയും കടലും കടൽ തീരവും. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. അന്താരാഷ്ട്ര സാഹസിക ജലകായിക വിനോദ മത്സരങ്ങളുടെ ഭൂപടത്തിൽ ഇതിനകം ഇടം നേടിയ ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിനെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. നാളെ രാവിലെ 8 മണിക്ക് ബേപ്പൂർ ബ്രേക്ക് വാട്ടറിൽ സിറ്റ് ഹോൺ ടോപ്പ് കയാക്ക് മത്സരങ്ങളോടെയാണ് വാട്ടർ ഫെസ്റ്റിന് തുടക്കമാവുക. 10 മണിയോടെ സെയിലിംഗ് മത്സരവും ആരംഭിക്കും. ഉച്ചയ്ക്ക് 2 മുതൽ 6 വരെ ബേപ്പൂർ ബീച്ചിന്റെ ആകാശത്ത് 100 കണക്കിന് പട്ടങ്ങളിൽ വർണ്ണവിസ്മയം തീർക്കുന്ന കൈറ്റ് ഫെസ്റ്റിവൽ നടക്കും. ബേപ്പൂർ ഫെസ്റ്റിന്റെ 2 ദിവസങ്ങളിലും കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും കപ്പലുകൾ ബേപ്പൂർ തുറമുഖത്ത് പൊതുജനങ്ങൾക്കായി പ്രദർശനത്തിനെത്തും. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യയ്ക്ക് തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടമായി. 1ാം ഇന്നിംഗ്സിൽ 185 റൺ എടുക്കുന്നതിനിടെ ഇന്ത്യ ഓൾ ഔട്ടായി. ഓസ്ട്രേലിയ മറുപടി ബാറ്റിംഗ് ആരംഭിച്ചു. രാഹുൽ ശർമ്മയ്ക്ക് പകരം ഇന്ന് ജസ്പ്രീത് ബുംറയാണ് ഇന്ന് ഇന്ത്യയെ നയിച്ചത്. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഓസീസ് 2-1 മുന്നിലാണ്. കണ്ണൂരിൽ നടക്കുന്ന 35ാമത് ദേശീയ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് സമാപിക്കും. ഇന്ന് വനിതകളുടെ ഫോയിൽ, സാബർ ഇനങ്ങളിലും പുരുഷന്മാരുടെ എപ്പി ഇനത്തിലുമാണ് കേരളത്തിന്റെ മത്സരങ്ങൾ. സമാപന സമ്മേളനം വൈകിട്ട് നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. 15ാമത് JC ഡാനിയേൽ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച ചിത്രം 2018 എവരിവൺ ഈസ് എ ഹീറോ. മികച്ച സംവിധായകൻ അഖിൽ സത്യൻ. ചിത്രം പാച്ചുവും അത്ഭുത വിളക്കും. ടൊവിനോ തോമസാണ് മികച്ച നടൻ. പാച്ചുവും അത്ഭുത വിളക്കുമെന്ന ചിത്രത്തിലെ അഭിനയത്തിന് അഞ്ജന ജയപ്രകാശ് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ഗായകനുള്ള പുരസ്കാരം നജീം അർഷാദും സുദീപ് കുമാറും പങ്കിട്ടു. ഡോക്ടർ B അരുന്ധതിയാണ് മികച്ച ഗായിക. സംസ്ഥാനത്തെ 31 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നു. കരട് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. കരട് പട്ടികയിൽ ഉൾപ്പെടാത്ത 2025 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായവർക്ക് ഈ മാസം 18 വരെ sec.kerala.gov.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷ നൽകാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 277 പോയിന്റ് ഇടിഞ്ഞ് 79,667ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 72 പോയിന്റ് താഴ്ന്ന് 24,126ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 640 രൂപ വർദ്ധിച്ച് 58,080 രൂപയും ഗ്രാമിന് 7,260 രൂപയുമാണ് ഇന്നത്തെ വില. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് നാടകസന്ധ്യ സംഘടിപ്പിക്കുന്നു. നാളെ വൈകിട്ട് 5 മണിക്ക് വിതുര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസിന്റെ ശാന്തം എന്ന നാടകം അരങ്ങേറും. വിതുര സുഹൃത്ത് നാടകക്കളരിയുടെയും ബാലഭവന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നാടകത്തിന്റെ റേഡിയോ ആവിഷ്കാരം ഈ മാസം 16 രാത്രി 9:30 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. എരുമേലി പേട്ടതുള്ളൽ ഈ മാസം 11. അന്നുതന്നെ അമ്പലപ്പുഴ സംഘവും ഉച്ചയ്ക്ക് ശേഷം ആലങ്ങാട് സംഘവും പേട്ടതുള്ളും. ആലങ്ങാട് സംഘം പുറപ്പെട്ടു. അമ്പലപ്പുഴ സംഘം ഈ മാസം 6 തിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബംഗളൂരു നിംഹാൻസിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു. കേന്ദ്ര സർക്കാർ കേരളത്തിന് വലിയ പരിഗണനയാണ് നൽകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പെരിയ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച് കോടതി. മറ്റു 4 പ്രതികൾക്ക് 5 വർഷം തടവ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരുവനന്തപുരത്ത് തിരിതെളിയും. രജിസ്ട്രേഷൻ ആരംഭിച്ചു. മാറ്റുരയ്ക്കാൻ 15,000-ഓളം കലാപ്രതിഭകൾ. പുത്തരിക്കണ്ടം മൈതാനത്ത്
ഊട്ടുപുര സജ്ജമായി. ഒരേ സമയം 4000 പേർക്ക് വരെ ഭക്ഷണം നൽകും. കലോത്സവ വിജയത്തിന് കൂട്ടായി പ്രയത്നിക്കാമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ബോർഡർ ഗാവസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ച. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.